ആദർശിന്റെ ആവശ്യം അതാണല്ലേ? മീര എന്തു പറഞ്ഞു? ഞാൻ എന്തു പറയാനാ? ആദർശന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഒരാളുടെ ഒപ്പം നിർബന്ധിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതും ശരിയാണ്. പക്ഷേ ആരാരുടെ ഒപ്പമാണ് ജീവിക്കേണ്ടത്, ആർക്കാണ് തുണയാവുക എന്നത് ഈശ്വരന് മാത്രമേ അറിയൂ. മീര വീട്ടിലേക്കല്ലേ? അതെ. കുറച്ചു ദൂരം ഞാനും കൂടെ വരാം. വിശേഷങ്ങളൊക്കെ സംസാരിച്ച് നടക്കാമല്ലോ. മീരയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായ ശേഷം സൂരജിന്റെയും വിദ്യയുടെ കാര്യം ചിന്തിച്ചാൽ മതി. മീരയുടെ കാര്യത്തിൽ ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടെന്ന് തോന്നുന്നില്ല. അവരെല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ട. അതെ, ആദർശമായിട്ട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. കുട്ടികൾ അധികമൊന്നും ചിന്തിക്കാതെ അപ്പോഴത്തെ ടെൻഷനിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതാ. നമ്മൾ സംസാരിച്ച് അവരെ മനസ്സിലാക്കിക്കണം. ആദർശനോട് ഇനി ആരും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മനോജ് പറയും പോലെ അവരെ നമുക്ക് തിരുത്താനും കഴിയില്ല. നമ്മളെക്കാൾ വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവും അവർക്കുണ്ട്. പരിമിതമായ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് അവരോട് സംസാരിച്ചാലും അവരുടെ പോയിന്റുകളെ എതിർക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. അപ്പൊ മീരയുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടണ്ടെന്നാണോ പറയുന്നത്? പറ്റാവുന്ന രീതിയിലൊക്കെ സംസാരിച്ചതാണ്. ഇപ്പോഴും ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല. മീരയുടെ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയല്ല. ഓരോരുത്തരോട് എങ്ങനെ നന്നായി പെരുമാറണമെന്ന് മീരയ്ക്കറിയാം. അപാരമായ ക്ഷമയും മീരയ്ക്കുണ്ട്. എന്നിട്ടും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അതെ, 2 കൈ കൂട്ടിയടിച്ചാലേ ശബ്ദമുണ്ടാകുമെന്ന് പറയും. മീര ഇവിടെ സൈലന്റാ. ആദർശ് പറയുന്നതാണ് അവൾ അനുസരിക്കുന്നത്. എന്നിട്ടും ഈ വിവാഹ ജീവിതം മതിയായെന്ന് ആദർശ് പറയുന്നു. അതിനെപ്പോലെ എതിർക്കാതെ മീര അംഗീകരിക്കുകയാണ്. മീര അംഗീകരിക്കാതെ എന്ത് ചെയ്യൂന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല, അല്ലേ? അതെ. ഓരോ മനുഷ്യരുടെ ജീവിതവും ഏതൊക്കെ രീതിയിൽ മാറി മറിയുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കുടുംബജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവരെന്ന് നമ്മൾ വിചാരിക്കുന്നവർ വിവാഹശേഷം നന്നായിട്ട് ജീവിക്കുന്നത് കാണാം. അതേസമയം വലിയ ജീവിതങ്ങൾ നേടുമെന്ന് നമ്മൾ കരുതുന്നവർ കരിയറിലും വിവാഹ ജീവിതത്തിലും പരാജയപ്പെടുന്നതും കണ്ടിട്ടുണ്ട്. അതെ, മീര എല്ലായിടത്തും വിജയിക്കുമെന്നും അവളുടെ ജീവിതത്തിൽ നന്മകൾ മാത്രമേ വരുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ടെൻഷനും പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു ദിവസം പോലും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒന്നിന് പിറകെ ഒന്നായി ഓരോ പ്രശ്നങ്ങളുമാണ്. ഇനി അധികം താമസിയാതെ തന്നെ മീരയുടെ ഡിവോഴ്സ് കേസ് കോടതിയിലെത്തും. അതോടെ ആ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ടാവും പോലെ നമുക്ക് ശ്രമിച്ചു നോക്കാം. ശ്രമിക്കാം. അത് കഴിഞ്ഞു മതി വിദ്യയുടെ കാര്യത്തിൽ ഒരു ആലോചന. വിദ്യയുടെയും സൂരജിന്റെയും കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ ഒന്നേ ഉള്ളൂ. എന്താ? അവർക്ക് സ്വന്തം നിലയിൽ ജീവിക്കാനുള്ള സാഹചര്യം ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. 2 പേർക്കും ഒരു ജോലിയായി കഴിഞ്ഞിട്ട് വിവാഹം നടത്താം. ഇതേ അഭിപ്രായം തന്നെ വീട്ടിലെല്ലാവർക്കും ഉള്ളത്. എന്നാലും അവർ തമ്മിൽ അടുപ്പമുള്ള സ്ഥിതിക്ക് ഒരു വിവാഹ നിശ്ചയം നടത്തി എല്ലാം ഉറപ്പിച്ചു വെക്കണം എന്നൊരു അഭിപ്രായമുണ്ട്. അത് ചെയ്യാൻ മനോജ്. അധികം ആളും ബഹളമൊന്നും വേണ്ട, ചെറിയൊരു ചടങ്ങായിട്ട് നടത്താം. എനിക്ക് സമ്മതമാണ്. ഓ, സൂരജിനും വിദ്യയ്ക്കും സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കുമല്ലോ അത്. അതെ. എന്തായാലും ഇക്കാര്യം ഇപ്പൊ അവരോട് പറയണ്ട. അതെന്താ? മീരയുടെ കാര്യത്തിലെ ഡെവലപ്മെന്റ്സ് എന്താ നോക്കിയിട്ട് മതി. അത് നമുക്ക് 2 ആഴ്ചക്കുള്ളിൽ അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്നാ ശരി, അങ്ങനെ ആവട്ടെ.
ഞാൻ പറഞ്ഞ കാര്യം എന്തായി? മീരയുടെ കയ്യിൽ നിന്ന് സൈൻ വാങ്ങേണ്ട കാര്യങ്ങള് നീ ചെയ്തോ? ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അത് വെറുതെ വെച്ച് താമസിപ്പിക്കരുത്. എത്രയും പെട്ടെന്ന് അത് ചെയ്തു തീർക്കണം. നാളെ രാവിലെ തന്നെ മീരയുടെ സൈൻ വാങ്ങണം. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മീരയുടെ വീട്ടിൽ പോയി സൈൻ വാങ്ങാം. വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനതൊക്കെ നമ്മുടെ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നന്നായി. എന്നാലും അയാളെ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മടക്കി അയക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ആ വക്കീലിനെ മീരയോടൊരു ചായ്വുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അയാൾക്ക് മാത്രമല്ല, അവളെ പരിചയപ്പെടുന്ന എല്ലാവരും അവളുടെ സ്വാധീനത്തിലാക്കാൻ അവൾക്ക് പ്രത്യേക ഒരു കഴിവ് തന്നെയുണ്ട്. അതൊന്നും അത്ര ശരിയായ രീതിയൊന്നും അല്ല. അബി, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട. മീരയെക്കുറിച്ച് അബി പറഞ്ഞിട്ട് വേണം എനിക്ക് മനസ്സിലാക്കാൻ. നീ ചൂടാവാതെ. ഞാനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല. നമ്മൾ തീരുമാനിച്ച കാര്യങ്ങള് തടസ്സമൊന്നുമില്ലാതെ നടക്കണം. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. അതല്ല, അതിന്റെ രീതിക്ക് നടന്നോളൂ. അതിന്റെ വേണ്ട കാര്യങ്ങള് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. എടാ, നീ ഒരു ഇന്നസെന്റ് ആയ ആളായതുകൊണ്ടാ ആരെയും നീ സംശയിക്കാത്തത്. മീര ഇപ്പൊ നിൽക്കുന്നതേ അവളുടെ വീട്ടിലാ. അവളുടെ ബീനാമ നീ കരുതുന്ന ആളൊന്നും അല്ല. അവർക്ക് പല മുഖങ്ങളുണ്ട്. മീര നീ ഉപേക്ഷിക്കുന്നതോടെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ പെട്ടെന്നൊന്നും മീര സൈൻ ചെയ്യാൻ സമ്മതിക്കില്ല. മീരയ്ക്ക് ഒരു തീരുമാനം എടുക്കാനും സൈൻ ചെയ്യാനും ഒന്നും ആന്റിയുടെ സമ്മതത്തിന്റെ ആവശ്യമില്ല. അതൊക്കെ മീര ചെയ്തോളൂ. ഹാ, അങ്ങനെ ചെയ്താ കുഴപ്പമില്ല. എന്നാലും എന്റെ മനസ്സിലുള്ള സംശയം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ, അത് പോട്ടെ. നാളെ വക്കീല് ചെല്ലുന്നുള്ള കാര്യം നീ അവരെ അറിയിച്ചായിരുന്നോ? ഇല്ല. അതെന്താ അറിയിക്കാതിരുന്നേ? നാളെ വക്കീൽ അവിടെ ചെല്ലുമ്പോ അവരാരും അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവരവിടെ പോവാനാ? അതൊന്നും നമുക്കറിയില്ലല്ലോ. അവർക്ക് എവിടെ വേണമെങ്കിലും പോവാം. എല്ലാവരും കൂടി ഗുരുവായൂരോ മറ്റോ തൊഴാൻ പോയാലോ? അതിപ്പോ അങ്ങനെ പോയാലും അടുത്ത ദിവസം അവർ തിരിച്ചു വരില്ലേ? വരും. പക്ഷേ സമയം പോകുന്നത് നമ്മുടേതല്ലേ. വെറുതെ അങ്ങനെ ഒരു ചാൻസ് എടുക്കണ്ട. നാളെ വക്കീല് വരുന്ന കാര്യം അവരെ വിളിച്ച് അറിയിക്കണം. അതുപോലെ തടസ്സമൊന്നും പറയാതെ സൈൻ ചെയ്ത് തരണമെന്നും പറയണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് വയ്യ അതൊക്കെ അവരെ വിളിച്ച് പറയാൻ. നീ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. ഹലോ അബി ചേച്ചി, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ ചേച്ചി? അത് നാളെ കമ്പനിയിലെ ലീഗൽ അഡ്വൈസർ മീരെ കാണാൻ വരുന്നുണ്ട്. നാളെ മീര വീട്ടിൽ തന്നെ ഉണ്ടാവില്ലേ? ആ, ഉണ്ടാവും. ആരാ? അബി ചേച്ചിയാ. നാളെ വക്കീല് കാണാൻ വരുമെന്ന് പറഞ്ഞ് വിളിച്ചതാ. ഹലോ. ആ, ഹലോ ചേച്ചി, പറഞ്ഞോളൂ. വക്കീല് ഡിവോഴ്സിന്റെ പേപ്പേഴ്സിൽ സൈൻ വാങ്ങാനാ വരുന്നത്. ആ ഫോണിന് തന്നെ. ഹലോ, വക്കീൽ വരുന്നത് എന്തിനാണെന്നാ പറഞ്ഞത്? ആ ആന്റി, വക്കീല് ഡിവോഴ്സിന്റെ പേപ്പേഴ്സിൽ സൈൻ വാങ്ങാൻ വേണ്ടി വരുന്നതാ. ഇതൊക്കെ അഭിരാമിയാണോ പറയേണ്ടത്? അമ്മയോ ആദർശം വേണ്ടേ ഇതിനൊക്കെ വിളിക്കാൻ? അഭിയുടെ ഉത്സാഹം കണ്ടാൽ ഇവരുടെ ഡിവോഴ്സ് പെട്ടെന്ന് നടക്കേണ്ടത് അഭിയുടെ ആവശ്യമാണെന്ന് തോന്നുമല്ലോ. ആന്റി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എന്റെ ഇഷ്ടത്തിന് വിളിച്ചതൊന്നും അല്ല. ആദർശ് പറഞ്ഞിട്ടാ ഞാൻ വിളിച്ചത്. സംശയം ഉണ്ടെങ്കിലേ ഞാൻ ആദർശിന്റെ കയ്യിൽ കൊടുക്കാം. ദാ, മീരയുടെ അമ്മയ്ക്ക് ആദർശ് പറഞ്ഞാലേ കാര്യങ്ങൾ മനസ്സിലാവൂന്ന്. ഹലോ. മോനെ, എന്താ ആന്റി? ഞാൻ പറഞ്ഞിട്ട് അബി വിളിച്ചത്. ആണോ? ശരി മോനെ. അഭി വിളിച്ചപ്പോ എനിക്കെന്തോ ഒരു സംശയം പോലെ തോന്നി. അതാ ഞാൻ ഫോൺ വാങ്ങി സംസാരിച്ചത്. ഞാൻ മീരയുടെ കയ്യിൽ കൊടുക്കാം, നിങ്ങൾ സംസാരിക്കും. ആ. ഹലോ
മീര, നാളെ വക്കീൽ വരും. സൈൻ ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല, ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞല്ലേ, ഞാൻ ചെയ്തോളാം. ശരി, ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ ആദർശേ, മീരയുടെ അമ്മ കറക്റ്റ് സമയത്ത് ഉടക്കാനുള്ള കാരണവുമായി വന്നത് കണ്ടോ? ഒരു ഉടക്കവുമില്ല. മീര നാളെ സൈൻ ചെയ്ത് തരും, അതെനിക്ക് ഉറപ്പുണ്ട്. സൈൻ വാങ്ങാൻ ഞാനിവിടെ വരേണ്ട ആവശ്യമില്ലാത്തതാണ്. എന്നിട്ടും ഞാൻ തന്നെ വന്നത് ഇത് മറ്റാരെയും ഏൽപ്പിക്കാൻ മനസ്സ് വരാത്തതുകൊണ്ടാണ്. ഞാൻ നിങ്ങളുടെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ ആണെങ്കിലും പേഴ്സണലായി ആദർശ് സാറിനെയും മീര മാഡത്തിനെയും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പിരിയുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഈ കേസ് മറ്റാരെങ്കിലും നോക്കിയാൽ പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടാനായി ആവശ്യമില്ലാത്ത സംസാരങ്ങളും വളച്ചൊടിക്കലുകളും എല്ലാം കോടതിയിലുണ്ടാവും. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി എല്ലാം നല്ല രീതിയിൽ അവസാനിക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ എല്ലാം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അത് നന്നായി. ഓരോ വക്കീലന്മാര് പെട്ടെന്ന് കാര്യം നടത്താൻ വേണ്ടി എന്തൊക്കെ നുണകളാ പറഞ്ഞു പരത്തുന്നെന്ന് ആർക്കറിയാം? വക്കീലിന്റെ ഈ തീരുമാനം കൊണ്ട് അതൊക്കെ ഒഴിവായി കിട്ടിയല്ലോ. അതൊക്കെ ശരിയായിരിക്കും. എന്നാലും എനിക്കൊരു കാര്യം വക്കീലിനോട് ചോദിക്കാനുണ്ട്. എന്താണ്? ആദർശ് ഈ ചെയ്തത് ന്യായമാണെന്ന് വക്കീലിന് തോന്നുന്നുണ്ടോ? അതിപ്പോ ഞാനെന്ത് പറയാനാ? ഇവരെ രണ്ടുപേരെയും നേരിട്ടറിയാവുന്ന ആളാ വക്കീല്. ആദർശിനോടും മീരയോടും സ്നേഹവും ഉണ്ട്. ഇവരുടെ ജീവിത രീതികളും വക്കീലിനറിയാം. അങ്ങനെയുള്ളപ്പോ ആദർശ് ഈ ചെയ്യുന്നത് ശരിയാണെന്ന് വക്കീലിന് തോന്നുന്നുണ്ടോ? ഇത്തരം കേസുകളിൽ തെറ്റും ശരിയും കണ്ടുപിടിക്കാൻ പുറത്തു നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടാ. അവർ പിരിയാൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മാത്രമേ അറിയൂ. അങ്ങനെ നമ്മളറിയാത്ത എന്ത് കാരണമാണ് ഇതിലുള്ളത്? അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ മീര? ഇല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ആദർശ് സാർ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളിലാണ്. അതെന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അവൻ എത്രയൊക്കെ കണക്ക് കൂട്ടിയാലും എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് അവന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? ഈശ്വരൻ വെറുതെ വിടുവോ? ബീന, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ. ഞാനൊരു അമ്മയാ. എന്റെ മക്കൾക്ക് എന്തെങ്കിലും വന്നാ എന്റെ മനസ്സിന് നീറ്റിലുണ്ടാവും. അതെനിക്ക് ഇങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കണ്ടേ ഹരിയേട്ടാ? അതൊക്കെ പറഞ്ഞു തീർക്കാം. പക്ഷെ അത് ഈ രീതിയിൽ ആരെയും പ്രായിക്കൊണ്ടാവരുത്. അമ്മ ഒന്ന് പറഞ്ഞ് രണ്ടിന് അമ്മയുടെ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിച്ചു കളയും. അതായിപ്പോ കേട്ടത്. അത് കാര്യാക്കണ്ട സാർ. ഈ ഡിവോഴ്സ് നടക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അതൊന്നും വേണ്ട സൂരജ്. ആദർശന് ഈ ബന്ധം നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. ഞാനത് സമ്മതിച്ചതോ. ഇനിയും അതിനെ എതിർക്കുന്ന രീതിയിൽ പെരുമാറുന്നത് ശരിയല്ല. മീര തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാ എന്ത് ചെയ്യും? എനിക്ക് ഇങ്ങനെ ഇപ്പൊ പറയാൻ പറ്റൂ. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതല്ലേ സൂരജ്? ശരിയാണ്. എന്നാലും ഒരു അവസാന ശ്രമമെന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മളൊന്ന് നോക്കണ്ടേ? സൂരജ് പറയുന്നതിലും കാര്യമുണ്ട് മോളെ. ആദർശിന് എല്ലാത്തിലും പെട്ടെന്ന് തീരുമാനം എടുത്ത് നടത്തുന്ന ഒരു സ്വഭാവമുണ്ട്.
നിങ്ങളുടെ കല്യാണത്തിനും ആദർശ് ഇങ്ങനെ ഒരു ധൃതി കാണിച്ചതാ. ചിലപ്പോ കുറച്ച് കഴിയുമ്പോ അത് മാറും. അതുകൊണ്ട് ഡിവോഴ്സ് നടക്കാതെ 1-2 വർഷം ഇത് നീട്ടിക്കൊണ്ടു പോവാൻ സാധിച്ചാൽ അത് നല്ലതായിരുന്നു. ഇവരിപ്പോ മ്യൂച്വൽ ഡിവോഴ്സിനാണ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഡിവോഴ്സിന് സമ്മതമാണെന്ന്. അങ്ങനെയുള്ളവരെ കോടതി അധികം നടത്തിക്കാറില്ല. ദാമ്പത്യ പ്രശ്നങ്ങളുടെ പേരിൽ ആത്മഹത്യകളും അതിനുള്ള ശ്രമങ്ങളൊക്കെ കൂടുന്നത് കാണുമ്പോൾ ഇപ്പോഴത്തെ കോടതിയുടെ രീതി നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. മ്യൂച്വൽ ഡിവോഴ്സിന് ആപ്ലിക്കേഷൻ കൊടുത്താൽ അധികം വൈകാതെ തന്നെ ഇപ്പോൾ കോടതി ഡിവോഴ്സ് അനുവദിക്കാറുണ്ട്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അപ്ഡേറ്റ്സ് വഴിയെ ഞാൻ അറിയിച്ചോളാം. ശരി. മീര, നിങ്ങളുടെ ഡിവോഴ്സ് കേസിൽ എല്ലാം ആദർശിന്റെ കുറ്റമാണെന്ന് ജഡ്ജിക്ക് തോന്നിയാൽ ഡിവോഴ്സ് തരാതിരുന്നേനല്ലേ? അതിന് മീര ആദർശേട്ടനെതിരെ മൊഴി കൊടുത്ത് സംസാരിക്കണ്ടേ? അങ്ങനെ ഒന്നിനെ ആലോചിക്കണ്ട. നമ്മളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചതാ. അതും ആ വഴിക്ക് തന്നെ നടക്കട്ടെ. ആദർശിന്റെയും മീരമോളുടെയും കാര്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. എല്ലാവർക്കും ഇതൊരു ഷോക്ക് തന്നെയാ മുത്തശ്ശ. ഒരു തരത്തിൽ പറഞ്ഞ എല്ലാത്തിനും കാരണം ഞാനല്ലേ. എനിക്ക് വേണ്ടിയല്ലേ മീര ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറായത്. എന്നെ രക്ഷിക്കാൻ മറ്റെന്തെങ്കിലും മാർഗം കണ്ടിരുന്നെങ്കിൽ മീര ഇതിന് തയ്യാറാവും തോന്നുന്നില്ല. അങ്ങനൊന്നും ഓർത്ത് മോൻ വിഷമിക്കണ്ട. പരസ്പരം രണ്ടു മനസ്സായി ഒരു വീട്ടിൽ കഴിയുന്നതിൽ കാര്യമൊന്നുമില്ലല്ലോ മോനെ. അങ്ങനെ ചെയ്താ അത് രണ്ടുപേരുടെയും സമാധാനം കളയുകയല്ലേ ഉള്ളൂ. അത് ശരിയാ. പക്ഷേ ആദർശേട്ടനെ പിരിയുന്നതിലൂടെ മീരയുടെ സമാധാനവും സന്തോഷവും എന്നേക്കുമായി നശിക്കുന്ന എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ അവൾ സ്വന്തം വിഷമം പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും ഈ തീരുമാനം അവളെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. മോൻ പറയുന്നത് ശരിയാ. പക്ഷെ ഈ കാര്യത്തിൽ നമ്മളെന്ത് ചെയ്യാനാ? തീരുമാനമെടുക്കേണ്ടത് മീരയും ആദർശമല്ലേ. ആദർശേട്ടന് എങ്ങനെ ഇങ്ങനൊരു മാറ്റം ഉണ്ടായതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. സത്യത്തില് ആദർശേട്ടൻ ഓരോ കാര്യങ്ങളിലും മീരയെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കും ഭാവിയിൽ അങ്ങനെ ഒരാളാവണമെന്ന് കരുതിയിരുന്ന ആളാ ഞാൻ. ഞാനിവിടെ ഇല്ലാതായ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യൻ അങ്ങനെയാ മോനെ. നിമിഷ നേരം കൊണ്ടാ ഓരോ ആൾക്കാരുടെയും സ്വഭാവം മാറുന്നത്. എനിക്ക് തോന്നുന്നത് മീര എടുത്തു ചാടി പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണ്ടായിരുന്നു എന്നാ. സാവകാശം ആദർശിന്റെ ദേഷ്യം മാറുക തന്നെ ചെയ്തേനെ. അങ്ങനെയല്ല മുത്തശ്ശ. എല്ലാവരുടെയും നന്മ മാത്രമാ മീര ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളപ്പോ അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആള് ആഗ്രഹിക്കുന്ന കാര്യം അവൾ ചെയ്തു കൊടുക്കാതിരിക്കുമോ? അത് ശരിയാണ്. ഇതിപ്പോ ആരുടെ ഭാഗത്താണ് ശരി, ആരാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. യഥാർത്ഥത്തില് അവർക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാതെയും അറിയാതെയും പുറത്തുനിന്ന് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ.